PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGS 2024 ആദ്യത്തെ 3 ഘട്ട പരീക്ഷകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 4ാം ഘട്ട പരീക്ഷ 7ാം തീയതി എഴുതാൻ പോകുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത സാധ്യതാ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. LGS 2024 ബൈ ബീന എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കറണ്ട് അഫയേഴ്സിന് നമുക്ക് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കാനും അതുപോലെ തന്നെ PSC സംബന്ധമായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനും PDF-ഉം നോട്ട്സും എല്ലാം ലഭിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാ? സിന്ധുവാണ്, സിന്ധു. അപ്പോൾ ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്? സിന്ധു, പിന്നെ ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഓർത്തിരിക്കണേ. അടുത്തത്: ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. ആനമുടി. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗമാണ് ഒട്ടകം. എല്ലാവർക്കും അറിയുന്നതാ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. മാർച്ച് മുതൽ മെയ് വരെ. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാലവർഷം എന്നും പറയും. കാലവർഷം എന്നും പറയും. ഇനി ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ശൈത്യകാലമാണ്. ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. ഒക്ടോബർ മുതൽ നവംബർ വരെ എന്താ? വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം ഒക്ടോബർ മുതൽ നവംബർ വരെയാണെന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്: ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ ആണ്. മേഘാലയ. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് 36. 36 ദ്വീപുകളാണ് ലക്ഷദ്വീപ് സമൂഹത്തിൽ ഉള്ളത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇവിടെ ഓപ്ഷനിലില്ല. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് ആണെന്ന് ഓർത്തിരിക്കുക. ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? വാണിജ്യ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. വർഷം 1984 ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. 1984 കൊൽക്കത്തയിൽ. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത് ആര്? ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ഈ വന്ദേ മാതരം എഴുതിയിരിക്കുന്നത് ഏതു ഭാഷയിലാണെന്ന് ചോദിക്കാറുണ്ട്. ബംഗാളി ഭാഷയിലാണ്. ബംഗാളി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. എഴുതിയിരിക്കുന്ന രാഗം ചോദിച്ചാലോ? ദേശ് രാഗത്തിലാണ് എഴുതിയിരിക്കുന്നത്. ദേശ് രാഗമാണ്. ഇനി സംഗീതം നൽകിയത് ആരാ? വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത്. ഇനി വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചതെന്ന 1950 ജനുവരി 24 വന്ദേ മാതരം ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കുന്നത്.
വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം ചോദിക്കും. 65 സെക്കൻഡാണ്. 65 സെക്കൻഡാണ്. വന്ദേമാതരം എടുത്തിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ്? ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ്. ആനന്ദമഠം നോവലിൽ പ്രമേയം എന്താണ്? സന്യാസി കലാപം. സന്യാസി കലാപം പ്രമേയമാക്കിയിട്ടുള്ള ആനന്ദമഠത്തിൽ നിന്നുമാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ജനുവരി 26. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാ? ഉപരാഷ്ട്രപതിയാണ് അല്ലേ? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. അപ്പം രാജ്യസഭ എന്ന് പറയുന്നത് ഉപരിസഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി സ്ഥിരം സഭയാണെന്നറിയാം അല്ലേ? രാജ്യസഭ എന്ന് പറയുന്നതിന് കാലാവധിയില്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്ന് ഓർത്തിരിക്കുക. ഇനി രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്രയാ? 6 വർഷമാണ്. 6 വർഷമാണ് രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി. ഇനി രാജ്യസഭയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏത് വ്യവസ്ഥയനുസരിച്ചിട്ടാണ്? ആനുപാതിക പ്രാതിനിധ്യം വ്യവസ്ഥയനുസരിച്ചിട്ടാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. രാജ്യസഭ അംഗമാവാനുള്ള ചുരുങ്ങിയ പ്രായം എത്രയാണ്? 30 വയസ്സാണെന്ന് ഓർത്തിരിക്കുക. രാജ്യസഭ അംഗമാവാനുള്ള ചുരുങ്ങിയ പ്രായം 30 വയസ്സാണെന്ന് ഓർത്തിരിക്കുക. ഇനി ലോക്സഭയുടെ അധ്യക്ഷൻ ആരാ? അത് സ്പീക്കറാണ്. അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹം ആധുനിക മനു എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ആധുനിക മനു എന്ന പേരിൽ അറിയപ്പെടുന്നതും ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് BR അംബേദ്കർ. ഇനി ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു ആര്? രാജേന്ദ്ര പ്രസാദ്. ഓർത്തിരിക്കുക, സ്ഥിരം അധ്യക്ഷനായിരുന്നു രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അതും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് കടുവയാണ്. കടുവയെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ച വർഷം ചോദിക്കും. 1972-ലാണ്. 1972-ലാണ് ദേശീയ മൃഗമായി കടുവയെ അംഗീകരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാ? മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. പ്രൊജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാലോ അത് 1973-ലാണ്. പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വരുന്നത് 1973. ഇനി ആദ്യത്തെ കടുവാ സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കടുവാ സങ്കേതം എവിടെയാണ്? പെരിയാർ കടുവാ സങ്കേതമാണ് ആദ്യത്തെ കടുവാ സങ്കേതം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? മൗലികാവകാശങ്ങളിൽ പെടാത്തത് സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശമാണ്. നമുക്കറിയാം 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ഏത് ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭേദഗതിയിലൂടെ. ഏത് വർഷം? 1978-ലെ 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. നിലവിൽ സ്വത്തവകാശം എന്ത് അവകാശമാണ്? നിയമാവകാശമാണ്. ഇപ്പം നിലവിൽ ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 300A സ്വത്തവകാശത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോൾ? വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് 2005-ലാണ്. 2005. നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം എന്താണ്? ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം എന്ന് പറയുന്നത് കുങ്കുമ നിറമാണ്. അപ്പോൾ മുകളിൽ എന്ന് പറയുന്നത് കുങ്കുമം. ഇനി നടുക്കെന്താ? വെള്ള നിറമാണ് വരുന്നത്. താഴെയാണ് പച്ച നിറം വരുന്നത്. ഈ കുങ്കുമം എന്തിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ധീരത,
ത്യാഗം എന്നിവയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വെള്ള എന്ന് പറയുന്നതോ സത്യത്തെയും സമാധാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പച്ച എന്ന് പറയുന്നത് സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയുമാണ് സൂചിപ്പിക്കുന്നത്. കുങ്കുമം ധീരതയെയും ത്യാഗത്തെയും, വെള്ള സത്യത്തെയും സമാധാനത്തെയും, പച്ച സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് സെൻറ്ററിൽ എന്തുണ്ട്? ഒരു അശോക ചക്രമുണ്ട്. അപ്പോൾ അതിൻ്റെ നിറം എന്താണെന്ന് ചോദിക്കാറുണ്ട്. നാവിക നീലയാണ്, നേവി ബ്ലൂ, നാവിക നീലയാണ്. അതിലെ ആരക്കാലുകളുടെ എണ്ണം ചോദിക്കാറുണ്ട്. 24 ആരക്കാലുകളാണ് അശോക ചക്രത്തിൽ ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വിജയഭാരതി സയാനിയാണ്. വിജയഭാരതി സയാനിയാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. അപ്പോൾ അത് ഇതിൻ്റെ കറക്റ്റ് വേർഷൻ ആലപിക്കാൻ വേണ്ടിയിട്ടാണ് 52 സെക്കൻഡ്. ഇനി അതിൻ്റെ ഷോർട്ട് വേർഷൻ ഉണ്ട്, അത് ആലപിക്കാൻ വേണ്ടി എടുക്കുന്ന സമയം 20 സെക്കൻഡാണ്. ഷോർട്ട് വേർഷൻ ആണെങ്കിൽ 20 സെക്കൻഡ്. ഇനി ദേശീയ ഗാനം എന്ന് പറയുന്നത് എന്താണ്? ജനഗണമനയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ജനഗണമനയാണ്. അത് എഴുതിയതാരാ? രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന എഴുതുന്നത്. ഏതു ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് എഴുതുന്നത്. ദേശീയ ഗാനമായിട്ട് ജനഗണമനയെ അംഗീകരിക്കുന്നത് 1950 ജനുവരി 24 വന്ദേമാതരത്തെയും ജനഗണമനയെയും അംഗീകരിക്കുന്നത് ഒരേ വർഷം ഒരേ ഡേറ്റിലാണ്, 1950 ജനുവരി 24. ഇനി ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിക്കാറുണ്ട്. 1911 കൊൽക്കത്ത സമ്മേളനമാണ്. അപ്പോൾ നമ്മൾ വന്ദേമാതരം പറയാൻ വിട്ടുപോയി. വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത്. ദേശീയ ഗാനം ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത് 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ വച്ചാണ്. ഇനി ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ഏത് രാഗമാണ്? ശങ്കരാഭരണം. ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിലാണ് രചിച്ചിരിക്കുന്നത്, ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത് രാം സിംഗ് താക്കൂറാണ്. രാം സിംഗ് താക്കൂറാണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയിട്ടുള്ള ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സമരം. വർഷം 1917 ചമ്പാരൻ സമരം. ബീഹാറിലാണ് നടക്കുന്നത്, ബീഹാർ. പിന്നെ ഖേഡ സമരം എന്ന് പറയുന്നത് 1918 ഗുജറാത്തിലാണ് നടക്കുന്നത്. അഹമ്മദാബാദ് സമരവും 1918 ഗുജറാത്തിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം ചോദിച്ചാൽ ചമ്പാരൻ. ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. നിരാഹാര സമരം എന്ന് എടുത്തു ചോദിച്ചാൽ. ഓക്കെ, അടുത്തത്, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന് പറയുന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റെ സംഭാവനയാണ്. സുഭാഷ് ചന്ദ്രബോസ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലിയെ. ആരാണ് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത്. ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്, പക്ഷെ നമ്മുടെ SCERTയിൽ തന്നിട്ടുണ്ട് ആൻസർ ആയിട്ട്. 1919 മുതൽ 1947 വരെയാണ് ഗാന്ധി യുഗം എന്നാണ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ ബി ആണ്, ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ്. ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. അപ്പോൾ ഗാന്ധിജി ആകെ 5 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? 5 തവണ കേരളം സന്ദർശിച്ചു. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം, വർഷം 1920. ഇനി രണ്ടാമതായിട്ട് വരുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്
കാരണം വേണ്ടിയിട്ടാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് 1925 രണ്ടാമതായിട്ട് വരുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് 1927 1927 തെക്കേ ഇന്ത്യൻ പര്യടനവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇനി നാലാമതായിട്ട് വരുന്നത് ഹരിജൻ ധനസമാഹരണത്തിന് വേണ്ടിയിട്ടാണ്. അത് 1934 നാലാമതായിട്ട് വരുന്നത്. ഇനി അഞ്ചാമതായിട്ട് ഏറ്റവും അവസാനമായിട്ട് വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. വർഷം 1937. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ആദ്യം വരുന്നത് 1920 ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. രണ്ടാമത് 1925 വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിന്. മൂന്നാമത് 1927 തെക്കേ ഇന്ത്യൻ പര്യടനവുമായി ബന്ധപ്പെട്ട്. നാലാമത് ഹരിജൻ ഫണ്ട് പിരിക്കുന്നതിനായിട്ട് 1934. അഞ്ചാമതായിട്ട് 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്ര സംസ്ഥാനമാണ്. ആന്ധ്ര സംസ്ഥാനം രൂപം കൊള്ളുന്നത് 1953 ഒക്ടോബർ 1 പിന്നീട് അത് ആന്ധ്രാപ്രദേശ് എന്ന് മാറുകയാണ്. 1956 ആന്ധ്രാപ്രദേശായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരം നടത്തിയത് ആരാന്ന് ചോദിക്കാറുണ്ട്. പോറ്റി ശ്രീരാമലു ആണ്. അദ്ദേഹം 58 ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് അന്തരിച്ചത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? എൻ്റെ ശബ്ദത്തിന് അത്യാവശ്യം കിതപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ക്ഷമിക്കണേ. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പോർച്ചുഗൽ. ദേശീയ തലസ്ഥാന പ്രദേശം ഏതാണ്? ഡൽഹി. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1962. 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത്. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം ചൗരി ചൗരാ സംഭവമാണ്. ചൗരി ചൗരാ സംഭവം നടക്കുന്നത് 1922 ഫെബ്രുവരി 5 1922 ഫെബ്രുവരി 5. ഇനി നിസ്സഹകരണ സമരമോ 1920 1920. ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ശാസ്താംകോട്ടയാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത്. ശാസ്താംകോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശാസ്താംകോട്ടയുടെ ആകൃതി ചോദിക്കാറുണ്ട്. എഫിൻ്റെ ആകൃതിയിലാണ്, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലാണ് ശാസ്താംകോട്ട. ഇനി രണ്ടാമത്തേത് ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളായണി കായലാണ് രണ്ടാമത്തെ ശുദ്ധജല തടാകം. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ പൂക്കോട് തടാകമാണ്. ഏറ്റവും ചെറുത് ഏതാണ്? പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിക്കാറുണ്ട്. വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ല. പൂക്കോട് തടാകത്തിന്റെ ആകൃതി എന്താ? ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയാണ് പൂക്കോട് തടാകത്തിന്റെ ആകൃതി എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ? ഇടുക്കി ജില്ലയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? പാലക്കാട് ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. അടുത്തത് കടൽ തീരമില്ലാത്ത ജില്ല. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കടൽ തീരമില്ലാത്ത ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, കോട്ടയമാണ് വരുന്നത്. കോട്ടയം. അപ്പോൾ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെ? 5 ജില്ലകളിലാണ് കടൽ തീരം ഇല്ലാത്തത്. ഏതൊക്കെയാ? പത്തനംതിട്ട, അതുപോലെ കോട്ടയം,
ഇടുക്കി, വയനാട്, പാലക്കാട് എന്നീ ജില്ലകളിലാണ് കടൽ തീരമില്ലാത്തത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, പാലക്കാട് എന്നീ ജില്ലകളിലാണ് കടൽ തീരം ഇല്ലാത്തത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ എന്ന് പറയുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ആണ്. കണ്ണൂർ കോർപ്പറേഷൻ. അപ്പോൾ ആകെ കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കോർപ്പറേഷനാണ്? 6 കോർപ്പറേഷനാണ് ടോട്ടലായിട്ട് ഉള്ളത്. കോർപ്പറേഷനുകളുടെ എണ്ണം ചോദിച്ചാൽ 6. ജില്ലാ പഞ്ചായത്തുകൾ എത്ര? ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14. ജില്ലാ പഞ്ചായത്തുകൾ 14. ബ്ലോക്ക് പഞ്ചായത്തുകൾ ചോദിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ 152. ജില്ലാ പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 14. ബ്ലോക്ക് പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 152. ഗ്രാമപഞ്ചായത്തുകൾ ചോദിച്ചാൽ 941. ഗ്രാമപഞ്ചായത്തുകൾ 941. മുനിസിപ്പാലിറ്റികൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 87. ഇനി താലൂക്കുകളുടെ എണ്ണം ചോദിച്ചാൽ താലൂക്കുകളുടെ എണ്ണം 78. റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ചോദിക്കും. റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ചോദിച്ചാൽ 27 ആണ്. 27. ഇനി കേരള നിയമസഭയിലേക്കുള്ള പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 14 ആണ്. പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 14. ഇനി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണെങ്കിലോ അത് 2 എണ്ണമാണ്. പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഏതൊക്കെയാണ് 2 എണ്ണം? സുൽത്താൻ ബത്തേരി, മാനന്തവാടി. ഏതൊക്കെയാണ്? സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നിവയാണ് 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ. ഇനി നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാലോ 140 ആണ്. നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 140. ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 20 ആണ്. ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20 ആണ്. ലോക്സഭാ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം ആണെങ്കിലോ 2 ആണ്. ലോക്സഭാ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2. ഏതൊക്കെയാ? ആലത്തൂരും മാവേലിക്കരയും. ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം, ലോക്സഭാ മണ്ഡലങ്ങൾ 20, ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2, ആലത്തൂരും മാവേലിക്കരയും. രാജ്യസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 9 ആണ്. രാജ്യസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 9 ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ്? ലയൺ സഫാരി പാർക്ക് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, നെയ്യാറിലാണ്. നെയ്യാർ. ഇനി കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കഞ്ചിക്കോടാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം എവിടെയാണെന്ന് ചോദിച്ചാൽ കഞ്ചിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം ചോദിച്ചു കഴിഞ്ഞാൽ അത് കഞ്ചിക്കോടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടി ഫാം ചോദിച്ചാലും കഞ്ചിക്കോടാണ്. ആദ്യത്തെ കാറ്റാടി ഫാമും വലിയ കാറ്റാടി ഫാം ചോദിച്ചാലും കഞ്ചിക്കോടാണ്. അതേപോലെ KSEBയുടെ കീഴിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കഞ്ചിക്കോടാണ് കേട്ടോ. KSEBയുടെ കീഴിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം ഏതാണ്? അത് കഞ്ചിക്കോടാണ്. ഇനി സ്വകാര്യ മേഖലയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റാടി ഫാമുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമക്കൽമേട് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് രാമക്കൽമേട്. പിന്നെ അഗളിയുണ്ട്, അട്ടപ്പാടിയുണ്ട്. അഗളി, അട്ടപ്പാടി, രാമക്കൽമേട് എന്നിവയാണ് സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റാടി ഫാമുകൾ. അതിൽ രാമക്കൽമേട് ഇടുക്കി ജില്ലയിലാണ്. അഗളിയും അട്ടപ്പാടിയും ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ നദിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിൻ്റെ നീളം ചോദിക്കാറുണ്ട്. 244 കിലോമീറ്റർ ആണ്. 244 കിലോമീറ്റർ. ഇനി ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ ആണ് നീളം. 16 കിലോമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത ഓപ്ഷൻ സി PT ഉഷയാണ്. PT ഉഷ.
കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം ഏത്? പ്രധാന മത്സ്യബന്ധന കേന്ദ്രം നീണ്ടകരയാണ്. നീണ്ടകര ഏത് ജില്ലയിലാണ്? എപ്പോഴും ചോദിക്കുന്നതാണ്. നീണ്ടകര ഏത് ജില്ലയാ? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ല. ഇനി സ്ഥിരം ചോദിക്കുന്ന കുറച്ച് മത്സ്യബന്ധന കേന്ദ്രങ്ങൾ നോക്കാം. വിഴിഞ്ഞം എവിടെയാണ്? വിഴിഞ്ഞം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. കായംകുളം ചോദിക്കാറുണ്ട്. കായംകുളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കായംകുളം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. ഇനി ചേറ്റുവ മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. ബേപ്പൂർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ല. അഴീക്കൽ എന്ന് പറയുന്ന മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ. അതുപോലെ തന്നെ മുനമ്പം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുനമ്പം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം ഏത്? ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് കേരളം. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിക്കുന്നത് 1836 1836. ഇനി അയ്യങ്കാളിയുടേത് എപ്പോഴും ചോദിക്കുന്നതാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. 1907. 1907. അതുപോലെ ചോദിക്കുന്നതാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ PRDS സ്ഥാപിക്കുന്നത് ആരാ? കുമാരഗുരുദേവനാണ്. 1907 തന്നെയാണ് സ്ഥാപിക്കുന്നത്. പിന്നെ ചോദിക്കുന്നതാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, അതും കൂടെ ഓർത്തിരിക്കുക. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരാണ്? ശ്രീനാരായണ ഗുരു. താഴെ പറയുന്നവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏതാണ്? വക്കം മൗലവിയുമായി ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. അൽ അമീൻ. ബാക്കി അൽ ഇസ്ലാം, മുസ്ലിം, സ്വദേശാഭിമാനി ഇതെല്ലാം വക്കം മൗലവിയുമായി ബന്ധപ്പെട്ടതാണ്. അൽ അമീൻ എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെതാണ് അൽ അമീൻ. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. ആറ്റിങ്ങൽ കലാപം. നടന്ന വർഷം 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇനി കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ കലാപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യ കലാപം ചോദിച്ചാൽ അഞ്ചുതെങ്ങ്, ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാലാണ് ആറ്റിങ്ങൽ. അപ്പോൾ ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. വർഷം 1697. മലബാർ കലാപത്തിന്റെ വർഷമോ 1921. കുറിച്യ കലാപത്തിന്റെ വർഷം 1812. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയത് VT ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് ഏത്? ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധമില്ലാത്തത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികൾ ആണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറയുന്ന മുദ്രാവാക്യം ആരുടെയാണ്? വൈകുണ്ഠസ്വാമികൾ. ബാക്കിയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യർ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, ഇതെല്ലാം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതി ഏത്? ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണ് പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. ഇതൊക്കെ ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെതാണെന്ന് ഓർത്തിരിക്കുക.
അടുത്തത് കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം. കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം ഇരവിപേരൂരാണ്. ഇരവിപേരൂരാണ് കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം. ഇനി സ്ഥിരം ചോദിക്കുന്നതാണ് ചെമ്പഴന്തി. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലമാണ്. ഇനി അയ്യങ്കാളിയുടേത് ചോദിക്കാറുണ്ട്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂരാണ്. വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂരാണ്. കൊല്ലൂരാണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം. ഇനി പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മസ്ഥലം ചേരാനല്ലൂരാണ്. ചേരാനല്ലൂരാണ് പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മസ്ഥലം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ അരുവിപ്പുറം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ചോദിക്കാറുണ്ട്. 1888 ഓർത്തിരിക്കുക. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആര്? സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം വർഷം 1924 എന്നുള്ളത് ഓർത്തിരിക്കുക. അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. നമ്മൾ പറഞ്ഞു 1907 എന്നുള്ളത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത്. SNDP യോഗം ശ്രീനാരായണ ഗുരു. പ്രത്യക്ഷരക്ഷാ ദൈവസഭ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിക്കുന്നത്. കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം. കേരള സംസ്ഥാനം രൂപീകരിച്ചത് 1956 നവംബർ 1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത് ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഓപ്ഷൻ ബി ആണ്, ത്വക്കാണ്. ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ചോദിച്ചാൽ ത്വക്കാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചോദിച്ചാലും ഏതാണ്? ത്വക്കാണ്. ഏറ്റവും വലിയ അവയവം ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാൽ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാൽ അത് കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ, ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ കരളാണ്. കരൾ. ഏറ്റവും വലിയ ആന്തരിക അവയവം, ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം, ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ ത്വക്ക്. ഇനി ഏറ്റവും വലിയ കോശം ചോദിച്ചാൽ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ചോദിച്ചാൽ അണ്ഡമാണെന്ന് ഓർത്തിരിക്കുക. അണ്ഡം ഏതാണ്? ഏറ്റവും വലിയ കോശമാണ് അണ്ഡം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും വലിയ പേശി ഏതാണ് എന്ന് ചോദിച്ചാൽ ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് ഏറ്റവും വലിയ പേശി എന്ന് പറയുന്നത്. ഇനി ഏറ്റവും വലിയ അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഫീമർ ആണ്. ഫീമർ എന്ന് പറഞ്ഞാൽ തുടയെല്ല്. തുടയെല്ലാണ് ഏറ്റവും വലിയ അസ്ഥി. തുടയെല്ല് ഫീമർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്ന ജീവി. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഈഡിസ് ആണ്. ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഇനി ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. ഇരുമ്പ്. ഇനി സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാൽ, സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാൽ ഏതാണ്? ഓസ്മിയം ആണ്. ഓസ്മിയം. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ചോദിച്ചാലോ അത് ലിഥിയമാണ്. ലിഥിയം. ഇനി ഭാരം ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാൽ അത് ഓസ്മിയമാണ്. ഭാരം കൂടിയ ലോഹം ഓസ്മിയമാണ്. ഭാരം കുറഞ്ഞത് ചോദിച്ചാൽ ലിഥിയമാണ്. അപ്പോൾ സാന്ദ്രത കൂടിയ ലോഹവും ഭാരം കൂടിയ ലോഹവും ഓസ്മിയം. സാന്ദ്രത കുറഞ്ഞ ലോഹവും ഭാരം കുറഞ്ഞ ലോഹവും ചോദിച്ചാൽ അത് ലിഥിയമാണ്. ഇനി ഏറ്റവും ആദ്യത്തെ ആൽക്കലി ലോഹം ഏത് എന്ന് ചോദിച്ചാൽ അതും ലിഥിയമാണ്. ആദ്യത്തെ ആൽക്കലി ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിഥിയമാണ്. ഏറ്റവും ലഘുവായ ലോഹം ചോദിച്ചാലും ലിഥിയമാണ്. ഏറ്റവും ലഘുവായ ലോഹം ചോദിച്ചാലും ലിഥിയമാണ്. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ചോദിച്ചാലും ലിഥിയമാണ്. അപ്പോൾ ഭാരം കുറഞ്ഞ ലോഹം, സാന്ദ്രത കുറഞ്ഞ ലോഹം, ആദ്യത്തെ ആൽക്കലി ലോഹം, ഏറ്റവും ലഘുവായ ലോഹം, മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം, ഇതൊക്കെ എന്താണ്? ലിഥിയമാണെന്ന് ഓർത്തിരിക്കുക.
ഇനി മൃദുലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാസ്യവുമാണ് മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി കുലീന ലോഹങ്ങൾ, മൃദുലോഹങ്ങളാണ് സോഡിയം പൊട്ടാസ്യം. കുലീന ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ് കുലീന ലോഹങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം ഏതാണ്? ഏറ്റവും ഹാനികരമായിട്ടുള്ള ലോഹമാണ് ലെഡ് എന്ന് പറയുന്നത്. ലെഡാണ് മനുഷ്യന് ഏറ്റവും ഹാനികരമായിട്ടുള്ള ലോഹം. സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചാലും ലെഡാണ്. സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ലെഡാണെന്ന് ഓർത്തിരിക്കുക. ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുമ്പാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാ? ഇരുമ്പ്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ളതും ഏതാണ്? ഇരുമ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണെന്ന് പറഞ്ഞു. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ളതും ഏതാ? ഇരുമ്പാണ്. ഓക്കെ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ളത്, ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ളതൊക്കെ ഏതാണ്? ഇരുമ്പാണ്. ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ചോദിച്ചാലോ? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അലൂമിനിയം. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാലോ? ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ളത് ടൈറ്റാനിയമാണ് ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ളത്. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ടൈറ്റാനിയമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജീവകം ഡി ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് ഏത്? റിക്കറ്റ്സ് അഥവാ കണ. ഇനി ജീവകം എ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജീവകം എ ആണ്. ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് ഏതൊക്കെ? നിശാന്തതയും സിറോഫ്താൽമിയയും. ഓക്കെ, ഇനി ജീവകം സി അറിയപ്പെടുന്ന പേരാണ് അസ്കോർബിക് ആസിഡ് അഥവാ അസ്കോർബിക് അമ്ലം എന്നൊക്കെ അറിയപ്പെടുന്നത് ജീവകം സി ആണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. ഇനി ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നത്, അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നഷ്ടമാകുന്നത് എന്ന് ഓർത്താൽ മതി. സി ഫോർ കുക്ക്. അപ്പോൾ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നത്, അതുപോലെ തന്നെ മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വൈറ്റമിൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സി ആണ്. ഇനി ജീവകം ബി എന്ന് പറയുന്നത് തയമിൻ എന്നറിയപ്പെടുന്നു. B1 തയമിൻ എന്നറിയപ്പെടുന്നു. തവിടിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ആണ്. ജീവകം ബിയുടെ അപര്യാപ്തത രോഗമാണ് വായ്പുണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ജലദോഷത്തിന് കാരണമായ രോഗകാരിയാണ് വൈറസ്. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ഡോട്ട്സ് എന്ന് പറയുന്നത് കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കുഷ്ഠത്തിൻ്റെ ചികിത്സയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്യാൻസറിൻ്റെ ചികിത്സയുടെ പേരെന്താ? ബയോപ്സി ആണ്. ക്യാൻസറിൻ്റെ ചികിത്സ അറിയപ്പെടുന്ന പേരാണ് ബയോപ്സി. സ്തനാർബുദത്തിൻ്റെ ചികിത്സയാണ് ഏത്? മാമോഗ്രഫി. കഴിഞ്ഞ ഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാമോഗ്രഫി. ഇനി ഗർഭാശയ ക്യാൻസറിൻ്റെ ചികിത്സയാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഗർഭാശയ ക്യാൻസറിൻ്റെതാണ്. ടൈഫോയിഡിൻ്റെ ടെസ്റ്റാണ് ഏത്? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. ഇനി നിശാന്തതയുടെ ടെസ്റ്റാണ് റോസ് ബംഗാൾ ടെസ്റ്റ് എന്ന് പറയുന്നത് നിശാന്തതയുടെ ടെസ്റ്റാണ്. ഡെങ്കിപ്പനിക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ടൂർണിക്ക ടെസ്റ്റ് ഡെങ്കിപ്പനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി സിഫിലിസിന് വേണ്ടിയിട്ടുള്ളതാണ് VDRL ടെസ്റ്റ്. അതുപോലെ തന്നെ വാസർമൈൻ എന്ന് പറയുന്ന 2 ടെസ്റ്റ് ഏതിനാണ്? സിഫിലിസിനാണ്. മഞ്ഞപ്പിത്തത്തിന് ബിലിറൂബിൻ ടെസ്റ്റ് ചെയ്യുന്നത് മഞ്ഞപ്പിത്തത്തിനാണ്. ദെൻ ഡിഫ്തീരിയയ്ക്ക് വേണ്ടിയിട്ട് ഷിക് ടെസ്റ്റ്
ഷിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഡിഫ്തീരിയയ്ക്ക് വേണ്ടിയിട്ടാണ്. എയ്ഡ്സിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് എലിസ ടെസ്റ്റ്. എലിസ ടെസ്റ്റ് എന്ന് പറയുന്നത് എയ്ഡ്സിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം. അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകമാണ് അന്നജം. അന്നജം. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. അപ്പോൾ എല്ലാ വന്യജീവി സങ്കേതങ്ങളും സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഇമ്പോർട്ടൻ്റ് ആണ്. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ പീച്ചി വാഴാനി വന്യജീവി സങ്കേതം എവിടെയാ? തൃശ്ശൂർ ജില്ലയിലാണ് പീച്ചി വാഴാനി സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം എവിടെയാ? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ്. ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ല. ചൂലന്നൂർ വന്യജീവി സങ്കേതം പാലക്കാട്. ഓക്കെ, ചൂലന്നൂർ പക്ഷി സങ്കേതമാണ്, പാലക്കാടാണ് കേട്ടോ. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. നെയ്യാറും പേപ്പാറയൊക്കെ തിരുവനന്തപുരത്താണ്. ദെൻ ചിന്നാർ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയാണ്. ഇടുക്കി, ചിന്നാർ. ദെൻ മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം. മലബാർ കോഴിക്കോട്. ദെൻ തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. കുറിഞ്ഞിമല എവിടെയാണ്? ഇടുക്കിയിലാണ്. കുറിഞ്ഞിമല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കൊട്ടിയൂർ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത്, കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം. ദെൻ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം അതുപോലെ തന്നെ മടക്കത്തറ എന്നിവിടങ്ങളിലാണ്. ആനക്കയം, മടക്കത്തറ. ഇനി ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിലാണ്. കണ്ണാറ. ദെൻ കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടയിലാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം. ഏലം ഗവേഷണ കേന്ദ്രം സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രമാണെങ്കിൽ പാമ്പാടുംപാറയാണ്. പാമ്പാടുംപാറ. ഇനി കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് മയിലാടുംപാറയാണ്. കേന്ദ്രമാണെങ്കിൽ മയിലാടുംപാറ, സംസ്ഥാനമാണെങ്കിൽ പാമ്പാടുംപാറ. ഇനി കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വെള്ളാനിക്കരയാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. ഓർത്തിരിക്കുക. ആഗോളതാപനത്തിന് കാരണമായ വാതകം. ആഗോളതാപനത്തിന് കാരണമാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. നീൽസ് ബോർ. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെ അയിരാണ്. ബോക്സൈറ്റ് മാത്രമല്ല, ക്രയോലൈറ്റ് എന്ന് പറയുന്നതും അലൂമിനിയത്തിൻ്റെ അയിരാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇരുമ്പിൻ്റെ അയിര് ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഓക്കെ, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അതുപോലെ തന്നെ കോപ്പറിൻ്റെ ഏത്? കുപ്രൈറ്റ്. അതുപോലെ തന്നെ മാലക്കൈറ്റ് കേട്ടോ. മാലക്കൈറ്റ്, കോപ്പർ പൈറൈറ്റ്സ് അല്ലെങ്കിൽ ചാർക്കോ പൈലൈറ്റ്സ്, ഇതൊക്കെ എന്താണ്? കോപ്പറിൻ്റേതാണ്. സിങ്കിൻ്റേത് എപ്പോഴും ചോദിക്കുന്നതാ കലാമിൻ ആണ് കേട്ടോ. കലാമിൻ. സിങ്കിൻ്റേത് കലാമിൻ. ഇനി യുറേനിയത്തിൻ്റേത് എന്താണ്? പിച്ച് ബ്ലെൻഡ് ആണ്. യുറേനിയത്തിൻ്റെ അയിര്
പിച്ച് ബ്ലെൻഡ് ആണ് യുറേനിയം. ടൈറ്റാനിയത്തിൻ്റെതാണെങ്കിൽ ഇൽമനൈറ്റ് ആണ് കേട്ടോ. ഇൽമനൈറ്റ്. ടൈറ്റാനിയത്തിൻ്റേത് ഇൽമനൈറ്റ് ആണ്. മെർക്കുറിയുടേത് സിനബാർ ആണ്. സിനബാർ. ലെഡിൻ്റേത് ഗലീനയാണ്. ഗലീന എന്ന് പറയുന്നത് ലെഡിൻ്റെ അയിര്. ടിന്നിൻ്റെ അയിര് എന്താ? കാസിറ്ററൈറ്റ് ആണ്. ടിന്നിൻ്റെ അയിരെന്ന് പറയുന്നത്. തോറിയത്തിൻ്റേത് മോണോസൈറ്റ് ആണ് തോറിയത്തിൻ്റെ അയിരെന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഗവേഷണ കേന്ദ്രങ്ങൾ പറഞ്ഞപ്പോഴേ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ പറഞ്ഞില്ല കേട്ടോ. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളെ സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയിലുണ്ട്. പട്ടാമ്പി എവിടെയാ? പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ മങ്കൊമ്പുണ്ട്, കായംകുളമുണ്ട്. മങ്കൊമ്പും കായംകുളവും ആലപ്പുഴ ജില്ലയിലാണ് വരുന്നത്. അതുപോലെ വൈറ്റിലയുണ്ട്, എറണാകുളം ജില്ലയിലാണ് കേട്ടോ. ഇതെല്ലാം നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ്. പട്ടാമ്പി പാലക്കാടും, മങ്കൊമ്പ് കായംകുളം ആലപ്പുഴയിലും, വൈറ്റില എറണാകുളം ജില്ലയിലുമാണ് വരുന്നത്. ഓക്കെ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, മെന്റലിയഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മെന്റലിയഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം എന്താണ്? ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണപ്പെടുന്നത് കറുപ്പ് നിറമാണ്. കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം, തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാ വയലറ്റ്. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്നും ഈ ഒരു ക്ലാസ്സിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ലഭിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്